പുതിയ ഭരണത്തിന് കീഴിൽ ആന്ധ്രാപ്രദേശ്, ബിഹാർ ആസ്ഥാനമായുള്ള കമ്പനികൾക്ക് നേട്ടമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. ജൂൺ 3-ലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ 5 ദിവസത്തിനുള്ളിൽ ഹെറിറ്റേജ് ഫുഡ്സിന്റെ സ്റ്റോക്ക് 55% ഉയർന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സഖ്യരാഷ്ട്രീയത്തിലേക്ക് വന്നതോടെ ആന്ധ്രാപ്രദേശിലെയും ബിഹാറിലെയും ഈ കമ്പനികൾ കുതിച്ചു കയറി. നിക്ഷേപകർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള 10 കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ആന്ധ്രാ ഷുഗർ. 1947-ൽ സംയോജിപ്പിച്ച ആന്ധ്രാ ഷുഗേഴ്സ് ലിമിറ്റഡ് പഞ്ചസാര, വ്യാവസായിക മദ്യം, ക്ലോർ ആൽക്കലി ഉൽപ്പന്നങ്ങൾ, ആസ്പിരിൻ, സൾഫ്യൂറിക് ആസിഡ്, ലിക്വിഡ് സോളിഡ് പ്രൊപ്പല്ലന്റുകൾ എന്നിവയുടെ നിർമ്മാതാക്കളാണ്. ക്യാപ്റ്റീവ് ഉപയോഗത്തിനുള്ള വൈദ്യുതിയും ഇത് ഉത്പാദിപ്പിക്കുന്നു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള 1150 കോടി രൂപ വരുമാനവും 53.27 കോടി രൂപ ലാഭവുമായി 2024 സാമ്പത്തിക വർഷം അവസാനിച്ചു. 2. KNR കൺസ്ട്രക്ഷൻസ്. 1995-ൽ സ്ഥാപിതമായ ഈ EPC എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ സേവന കമ്പനി റോഡുകളും ഹൈവേകളും ജലസേചനം, നഗരജല അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം സെഗ്മെന്റുകളിൽ പ്രവർത്തിക്കുന്നു. റോഡുകൾ, ഹൈവേകൾ, മേൽപ്പാലങ്ങൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം, പരിപാലനം. 2024 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 4090.98 കോടി രൂപയും അറ്റാദായം 493.83 കോടി രൂപയുമാണ്. 3. ലിഖിത ഇൻഫ്ര. 1998-ൽ സ്ഥാപിതമായ ഈ കമ്പനി ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾക്കും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനുകൾക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കലും നിർമ്മാണവും വ്യാപകമായി ചെയ്യുന്നു. കൂടാതെ സിജിഡി കമ്പനികളുടെ പ്രവർത്തനങ്ങളും പരിപാലന സേവനങ്ങളും ചെയ്യുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 422.09 കോടി രൂപയും അറ്റാദായം 66.03 കോടി രൂപയുമാണ്. 4. നൈൽ ലിമിറ്റഡ്. 1984-ൽ സ്ഥാപിതമായ ഈ കമ്പനി ഗ്ലാസ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച് ആരംഭിച്ചു. ചൗട്ടുപ്പാൽ, തിരുപ്പതി എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇത് പ്രാഥമികമായി ലെഡ് അലോയ് എന്നിവയുടെ ദ്വിതീയ നിർമ്മാണം നടത്തുന്നത്. ഈ 2 പ്ലാന്റുകളുടെയും സംയുക്ത ശേഷി പ്രതിവർഷം 1,07,000 ടൺ ലെഡ് അലോയ്കളാണ്. 2024-ൽ കമ്പനിയുടെ വരുമാനം 837.62 കോടി രൂപയും അറ്റാദായം 31.6 കോടി രൂപയുമാണ്. 5. BGR എനർജി. BGR എനർജി സിസ്റ്റംസ് ലിമിറ്റഡ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. യൂട്ടിലിറ്റി വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്ന നിർമ്മാണം മുതൽ പ്രോജക്റ്റ് എക്സിക്യൂഷൻ വരെയുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കമ്പനി 2 സെഗ്മെന്റുകളിലാണ് പ്രവർത്തിക്കുന്നത്: ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ കരാറുകൾ. 24 സാമ്പത്തിക വർഷത്തിൽ ഇത് 1120 കോടി രൂപ വരുമാനവും 752 കോടി രൂപയുടെ അറ്റ നഷ്ടവും രേഖപ്പെടുത്തി. 6. NMDC. 1958-ൽ സംയോജിപ്പിച്ച ഈ ഇന്ത്യ ഗവൺമെന്റ് പബ്ലിക് എന്റർപ്രൈസ് രാജ്യത്തെ ഏറ്റവും വലിയ ഇരുമ്പയിർ ഉത്പാദകരും ലോകത്തിലെ 6ാമത്തെ വലിയ അയിർ ഉത്പാദകരുമാണ്. ഇത് സ്റ്റീൽ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിന് കീഴിലാണ്. കൂടാതെ ചെമ്പ്, റോക്ക് ഫോസ്ഫേറ്റ്, ചുണ്ണാമ്പുകല്ല്, മാഗ്നസൈറ്റ്, ഡയമണ്ട്, ടങ്സ്റ്റൺ, ബീച്ച് മണൽ എന്നിവയുൾപ്പെടെ നിരവധി ധാതുക്കളുടെ പര്യവേക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2024-ൽ 21,294 കോടി രൂപയുടെ വിറ്റുവരവ് അല്ലെങ്കിൽ 21% വാർഷിക വളർച്ച റിപ്പോർട്ട് ചെയ്തു. കൂടാതെ 5,632 കോടി രൂപ നികുതിക്ക് ശേഷമുള്ള ലാഭവും. 7. ആന്ധ്ര പെട്രോ. 1984-ൽ ആന്ധ്രാപ്രദേശ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും ആന്ധ്ര ഷുഗേഴ്സ് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമായാണ് കമ്പനി സ്ഥാപിതമായത്. ഇത് ഇപ്പോൾ ആന്ധ്ര ഷുഗേഴ്സിന്റെ ഒരു അസോസിയേറ്റ് ആണ്. പ്ലാസ്റ്റിസൈസറുകൾ, ലൂബ്രിക്കന്റുകൾ, ഡൈകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പെയിന്റുകൾ, പശകൾ, കെമിക്കൽ നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ലായകങ്ങളായ ഓക്സോ ആൽക്കഹോൾ ആന്ധ്ര പെട്രോ നിർമ്മിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 788.67 കോടി രൂപ വരുമാനവും 63.4 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി.
8 NCC ലിമിറ്റഡ് 1978 സ്ഥാപിതമായ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് NCC ലിമിറ്റഡ്. റിയൽറ്റി, ജലം, പരിസ്ഥിതി, റെയിൽവേ ഉൾപ്പെടെയുള്ള ഗതാഗതം, ഖനനം, പ്രക്ഷേപണം, വൈദ്യുതി വിതരണം എന്നിവയിൽ പ്രവർത്തിക്കുന്നു. 2024 സാമ്പത്തിക വർഷത്തിലെ വരുമാനം 20,844 കോടി രൂപയും അറ്റാദായം 735.13 കോടി രൂപയുമാണ്. 9 ആന്ധ്ര പേപ്പർ 1964 സ്ഥാപിതമായ പേപ്പർ, പൾപ്പ് നിർമ്മാതാവ്. ആഭ്യന്തര, വിദേശ വിപണികളിൽ വിൽക്കുന്നു. രാജമുണ്ട്രിയിലും കടിയത്തും ഉൽപ്പാദന സൗകര്യങ്ങളുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 1,895 കോടി രൂപ വരുമാനവും 339.7 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി. 10 ലോറസ് ലാബ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഫാർമ ബയോടെക് കമ്പനിക്ക് US, UK, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സാന്നിധ്യമുണ്ട്. ഇത് 2005 ഹൈദരാബാദിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി സ്ഥാപിതമായി 2007 പബ്ലിക് ലിമിറ്റഡ് ആയി മാറി. അപ്യൂറ്റ് സിംഗപ്പൂരുമായി ഒരു പങ്കാളിത്തം രൂപീകരിച്ചതിന് ശേഷം ഇത് വീണ്ടും ഒരു സ്വകാര്യ കമ്പനിയാക്കി മാറ്റി, തുടർന്ന് വീണ്ടും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി പരിവർത്തനം ചെയ്തു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 4,859.8 കോടി രൂപ വരുമാനവും 223.7 കോടി രൂപ അറ്റാദായവും രേഖപ്പെടുത്തി. കൺക്ലൂഷൻ. പ്രധാന സൂചികകൾ നിശബ്ദമായിട്ടും ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായുള്ള കമ്പനികളുടെ ഓഹരികൾ കുതിച്ചുയരുന്നു. ചന്ദ്രബാബു നായിഡുവിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നുള്ള റാലിയിൽ ആണ് ഓഹരികൾ കുതിച്ചുയരുന്നത്. ഇനിയും ഈ റാലി തുടരും എന്ന് പ്രതീക്ഷിക്കാം. Thank you.